ഈ പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ കടബാധ്യത ഇല്ലാതെ നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പൈസയാണ് ഈ വിവാഹത്തിന് വേണ്ടി അനാവശ്യമുള്ള പച്ച കല്യാണം, മഞ്ഞ കല്യാണം, നീല കല്യാണം, വയലറ്റ് കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് അനാവശ്യമായിട്ട് ദൂർത്തടിച്ച് കളയുന്നത്. ഇത് കാലാകാലം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന സംഭവമൊന്നുമല്ല. അടുത്തൊരു കല്യാണം വരുമ്പോൾ നിങ്ങളുടെ കല്യാണത്തിന്റെ കാര്യം ഈ പറയുന്ന ആൾക്കാരെല്ലാം മറക്കും. നിങ്ങളുടെ കല്യാണം എത്ര നന്നായിട്ട് നടന്നതാണെങ്കിലും എത്ര മോശമായിട്ട് നടന്നതാണെങ്കിലും കുടുംബത്തിൽ അടുത്തൊരു കല്യാണം ഉണ്ടാകുന്നവരെയായിരിക്കും അതിന്റെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത്. കുറെ നാളുകളായിട്ട് ഇതുപോലുള്ള ഒരുപാട് റീലുകളും കാര്യങ്ങളും ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനെ ചോക്ലേറ്റ് കൊടുക്കുക, ഐഫോൺ കൊടുക്കുക, പച്ച കല്യാണം നടത്തുക, ഹൽദി ഡേ നടത്തുക, പൂൾ പാർട്ടി നടത്തുക, അറേബ്യൻ നൈറ്റ് നടത്തുക. പേഴ്സണലി എനിക്കിതൊന്നും യാതൊരു തരത്തിലുള്ള താല്പര്യമില്ല. പക്ഷെ ഞാൻ അൺമാരീഡ് ആണ്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കാര്യങ്ങളൊക്കെ അവരവർ തീരുമാനിക്കേണ്ട കാര്യമാണ്, അവരവർ സ്വയം മാറേണ്ട കാര്യമാണ്. സോ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സസ് ആണ്. അപ്പൊ ഇനിയുള്ള നമ്മുടെ ഈ ജനറേഷനെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഫിനാൻഷ്യൽ കേപ്പബിലിറ്റിക്ക് മുകളിൽ നിൽക്കുന്ന ഈ അത്യാർഭാടകരമായിട്ടുള്ള അനാവശ്യ കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ലൈഫിൽ അത് വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പൊ എന്തായാലും ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി. കുറെ പേർക്കെങ്കിലും ഇത് കേട്ട് ഒന്ന് ചിന്തിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറെ പേർക്കെങ്കിലും പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I hope you find this video helpful. So if you like this video, please like, share and subscribe, and please don't forget to enable the bell button. I'll see you in my next video. I'm Adil Hussain signing off.